ക്യാമറ ഫോണുകൾ സജീവമായതിനു ശേഷം നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ച ഒരു കാഴ്ചയാണ് പെൺകുട്ടികൾ നഗ്നരായി നിന്ന് എടുക്കുന്ന തങ്ങളുടെ സെൽഫി വീഡിയോകൾ. മറ്റൊന്ന് കാമുകനും ഒന്നിച്ചുള്ള അല്ലെങ്കിൽ ഭർത്താവും ഒന്നിച്ചുള്ള കിടപ്പറ ദൃശ്യങ്ങൾ. ചിലത് സ്വന്തം ഇഷ്ടപ്രകാരവും മറ്റു ചിലത് നിർബന്ധത്തിന് വഴങ്ങിയും. ഇതൊന്നുമല്ലെങ്കിൽ വീഡിയോ ചാറ്റിൽ നഗ്നയായ പെൺകുട്ടിയുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ. എന്തിനായിരിക്കും ഈ കുട്ടികൾ ഇങ്ങനെ നഗ്നരായി നിന്ന് ക്യാമറയുടെ മുന്നിൽ പോസ് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്ത് അവരുടെ കാമുകനെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത്? ഇവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും നേട്ടമുണ്ടോ? അല്ലെങ്കിൽ എന്ത് സുഖമാണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന ഈ ദൃശ്യങ്ങൾ നമ്മുടെ മൊബൈലിന്റെ മെമ്മറിയിൽ സ്റ്റോർ ആകുന്നു. അതുപോലെ തന്നെ നിങ്ങളിത് മറ്റേതെങ്കിലും മീഡിയ ത്രൂ മറ്റൊരാളിലേക്ക് ഇത് കൈമാറുകയാണെങ്കിൽ അയാളുടെ മൊബൈലിലെ മെമ്മറിയിലും ഇത് സ്റ്റോർ ആവുകയാണ്. ഇത് ഡിലീറ്റ് ചെയ്താലോ ഫോർമാറ്റ് ചെയ്താലോ നിങ്ങളുടെ മെമ്മറിയിൽ നിന്നും ഇത് പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല. ഫോൺ മെമ്മറിയിൽ നിന്നോ അതോ മറ്റേത് മെമ്മറിയിൽ നിന്നുമാണെങ്കിലും ഇത് വളരെ എളുപ്പം റിട്രീവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഫോൺ വിൽക്കുമ്പോഴും ഒരു മൊബൈൽ ഷോപ്പിൽ റിപ്പയറിന് കൊടുക്കുമ്പോഴുമാണ് ചില ഞരമ്പ് രോഗികൾ ഇങ്ങനെ ഈ വീഡിയോകൾ റിട്രീവ് ചെയ്തെടുക്കുന്നത്. അയാൾ അത് ഏതെങ്കിലും പോൺ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയോ ചെയ്യും. ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിൽ ഈ വീഡിയോകൾ നമ്മൾ കാണാനിടയാകുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെയോ കാമുകൻ്റെയോ പകപോക്കലാണ്. ഇന്ന് നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ് നാളെ നിങ്ങളുടെ ശത്രു ആയിക്കൂടാ എന്നില്ല. പ്രേമ പരാജയങ്ങൾക്കും ഡിവോഴ്സുകൾക്കും യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണല്ലോ നമ്മുടെ നാട്. കേരള സമൂഹം ഒന്നടങ്കം ആ കുട്ടിയെ ഒരു കുറ്റക്കാരിയായി മുദ്രകുത്തുകയും അവളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. പല പെൺകുട്ടികളുടെയും ആത്മഹത്യക്ക് ഇതൊരു കാരണമായിട്ടുണ്ട്. മറ്റു ചിലർ മാനസിക രോഗികളുമായി. ഈ പ്രശ്നങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുമെന്നും കരുതുന്നില്ല. കാരണം ഇന്ന് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോയും മറ്റു പലരുടെയും മെമ്മറി ഡിവൈസിലുള്ള വീഡിയോയും ഭാവിയിൽ ഒരിക്കൽ വീണ്ടും തലപൊക്കിയെന്ന് വരാം. നിങ്ങളുടെ കുട്ടികളെ ആയിരിക്കും നാളെ ഈ വീഡിയോകൾ വേട്ടയാടുന്നത്. തന്റെ അമ്മയുടെ നഗ്നചിത്രങ്ങൾ കാണാൻ ഒരു കുട്ടിയും ആഗ്രഹിക്കുകയില്ല. നിന്റെ കുട്ടിയുടെ ആത്മാഭിമാനം നശിപ്പിക്കാൻ ഈ 10 സെക്കൻഡ് ദൈർഘ്യമുള്ള നിന്റെ ഈ വീഡിയോ മതിയാകും. നിന്റെ മക്കൾ നിന്നെ സ്നേഹിക്കുകയുമില്ല, നിന്നെ അനുസരിക്കുകയുമില്ല. നിന്റെ കുട്ടികൾ വഴിതെറ്റാൻ നീ തന്നെ കാരണമാകുന്നു. ഇന്ന് നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും സ്നേഹമാണെങ്കിൽ നാളെ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അതിലും വലുതാണ്. എക്സിബിഷനിസം, അതായത് പ്രദർശിപ്പിക്കുവാനുള്ള താല്പര്യം നിനക്ക് ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വിധേയയാവുക. ഒരു ക്യാമറയുടെ മുന്നിലും നഗ്നത പ്രദർശിപ്പിക്കാതിരിക്കുക. ചില പെൺകുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, തങ്ങൾ വീഡിയോ ചാറ്റ് ചെയ്യുമ്പോൾ നഗ്നരായാൽ അത് റെക്കോർഡ് ആവുകയില്ല എന്ന്. സ്ക്രീൻ ക്യാപ്ചറിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് എന്താണെന്ന് അറിയാത്ത ചില പെൺകുട്ടികളാണ് ഇവർ. നീ അറിയാതെ നിന്റെ വീഡിയോ കാമുകൻ റെക്കോർഡ് ചെയ്യുന്നു. നാളെ നീ അവനെ വിട്ട് പിരിയുമ്പോൾ അവൻ നിന്നെ ഭീഷണിപ്പെടുത്തുവാൻ ഈ വീഡിയോകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പല പെൺകുട്ടികളുടെയും വീഡിയോകൾ എന്റെ മൊബൈലിലേക്കും വരാൻ കാരണമായത്. ഈ വേഷമിടിച്ച് നിർത്തിയിരിക്കുന്ന പ്രതിമകളും ഞാൻ ആ വീഡിയോയിൽ കണ്ട പെൺകുട്ടികളും എനിക്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നിയത്. തലയില്ലാത്ത ഒരു ജീവി, ഒരു പ്രദർശന വസ്തു. ഈ ക്യാമറയുടെ മുന്നിലുള്ള നിങ്ങളുടെ തുണിപറിക്കൽ അഭ്യാസം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഞാനൊരു സദാചാരവാദിയല്ല. എനിക്ക് പെങ്ങന്മാരില്ല, ഭാര്യയില്ല, മക്കളില്ല. ആരെയും നന്നാക്കാൻ ഒരു ഉദ്ദേശവുമില്ല. ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. I'm being followed by a moon shadow, moon shadow, moon shadow, leaping and hopping on a moon.